ഭരണവ്യവസ്ഥയിലെ അനാസ്ഥയും ജനങ്ങളുടെ ദുരിതാവസ്ഥയും വിഷയമാക്കി നെറികെട്ട ഭരണം ഗതികെട്ട ജനത 63 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ CPIM മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി വിപുലമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഒക്ടോബർ 23-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മാറാക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് മനുഷ്യക്കോട്ട തീർത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കും. പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി 3 ദിവസങ്ങളിലായി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 18, 19, 20 തീയതികളിലായാണ് ജാഥ ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുക. ഒക്ടോബർ 18-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മുഴങ്ങാടിയിൽ സമാപിച്ച ജാഥ CPM നേതാവ് VK രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ 2ാം ദിവസമായ 19-ാം തീയതി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയും വ്യാപാര കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിച്ചു. ദിനാവസാനത്തിൽ നടന്ന സമാപന യോഗത്തിൽ KP ശങ്കരൻ മാസ്റ്റർ സംസാരിച്ചു. 3ാം ദിവസമായ ഒക്ടോബർ 20-ന് ജാഥയുടെ അവസാനഘട്ടം KP നാരായണൻ ഉദ്ഘാടനം ചെയ്യും. അവസാന ദിന സമ്മേളനത്തിൽ E ജയൻ മുഖ്യ പ്രഭാഷണം നടത്തും. മാറാക്കരയിലെ ജനപ്രശ്നങ്ങളും വികസന തടസ്സങ്ങളും പ്രമേയമാക്കിയുള്ള ഈ പ്രചരണ ജാഥ ഗ്രാമീണരിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വികസന വാഗ്ദാനങ്ങൾ പാലിക്കാതെ വർഷങ്ങളായുള്ള ഭരണം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണമാണ് CPM ഉയർത്തുന്നത്. ജാഥയ്ക്ക് KP രമേശ് ക്യാപ്റ്റനായും ഫിറോസ് പള്ളിമലിൽ വൈസ് ക്യാപ്റ്റനായും PK ശ്യാംലാൽ മാനേജറായും പ്രവർത്തിക്കുന്നു. 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളും ജനസമ്മേളനങ്ങളും സംഘടിപ്പിച്ചാണ് ജാഥ കടന്നുപോകുന്നത്. മാറാക്കര പഞ്ചായത്തിലെ ജനജീവിതം മെച്ചപ്പെടുത്താൻ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെട്ടും ഭരണത്തിന്റെ അലംഭാവം ചെറുത്തും ഈ പ്രതിഷേധ പരിപാടികൾ മുഖ്യമായ ഒരു സന്ദേശമായി ഉയർന്നുവരികയാണ് എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ വരുന്ന 23-ാം തീയതി CPIMന്റെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കുകയാണ് CPIM. നമുക്കറിയാം, കഴിഞ്ഞ 63 വർഷക്കാലം മാറാക്കര പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി മാറാക്കരയുടെ വികസന മുരടിപ്പിലേക്കാണ് നയിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു വ്യവസായ സ്ഥാപനം 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തക്ക രൂപത്തിലേക്കുള്ള ഒരു വ്യവസായ സ്ഥാപനം തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ യുവാക്കൾ, നമുക്കറിയാം, ഫുട്ബോളിന് വളരെയധികം ആരാധകരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ ജില്ലക്കകത്ത് ഒരു കളിക്കളമില്ലാത്ത ഏക പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കുടുംബം സമേതം ആനന്ദത്തിനും ആഹ്ലാദത്തിനും സമയം കണ്ടെത്തുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. നമുക്ക് ഒന്ന് കയറിയിരിക്കാൻ ഒരു പാർക്ക്. അതുപോലെ തന്നെ ജനസേവന രംഗത്താണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന പദ്ധതി ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടുകൾ വീതം വെക്കുക എന്നല്ലാതെ സംസ്ഥാനത്തിനകത്ത് മറ്റു പഞ്ചായത്തുകൾ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള മാതൃകാപരമായ പദ്ധതികൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, സ്ഥലം കണ്ടെത്തി പാവപ്പെട്ട ആളുകൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന വിവിധങ്ങളായുള്ള പദ്ധതികളുണ്ട്. ഒന്നും നടപ്പിലാക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഇവർ സക്കാത്ത് കൊടുക്കുന്ന രൂപത്തിലേക്ക് വീതം വെച്ച് കൊടുക്കുന്ന സമീപനമാണ് UDF ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പേരിൽ വലിയ അഴിമതിയാണ്, തീവട്ടിക്കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും, 1 മാസം കഴിയുമ്പോഴേക്കും അത് മുഴുവൻ കത്താതെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. അത് തട്ടിക്കൂട്ടി ഏജൻസിക്ക് കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വലിയ തുകയ്ക്ക് ടെൻഡർ നൽകിക്കൊണ്ട് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇക്കാലം അത്രയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.